ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മളെ ഇവിടെ മൊറോക്കൻ വ്ളോഗിൻ്റെ 3-ാമത്തെ ദിവസം തുടങ്ങാൻ പോവാണ്. ഏകദേശം രാവിലെ 9 മണിയായി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇറങ്ങി. നമ്മളിന്ന് ഒരു വാലി ഉണ്ട്, ഗ്രീൻ വാലിയോ മൗണ്ടൻ വാലി എന്താണ് പേര് ഓർമ്മയില്ല, പേര് പറഞ്ഞുതരാം. അപ്പോൾ വാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടിയിലോട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല രസമുള്ള അടിപൊളി വാലിയാണ്, നല്ല ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്ന വാലിയാണ്. അതുപോലെ ഈവനിങ് നമ്മളെ ഡെസേർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെസേർട്ടിലോട്ടും പോവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളെ ഡെസേർട്ട് നമ്മളെ വാലിയൊക്കെയാണ്. ഇപ്പോൾ നമ്മളുള്ള ഗ്യാങ് ഫുള്ളും മൊത്തം റെഡി ആയിട്ടുണ്ട്. നസ്രീന് ഒരു ഹായ് പറയൂ. ഹായ്. അതാണ് നമ്മളെ നിന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ സൈഡുകളാണ്. എന്തായാലും നമ്മൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വണ്ടിയിലോട്ട് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ റെഡി ആക്കിയിട്ട് പോകുന്ന വഴി എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം. അടിപൊളിയാണ്. എന്തായാലും നല്ല തണുപ്പുണ്ട്. എന്തായാലും എല്ലാവരും തണുപ്പ് പറയുന്നത്, വേഗം എന്നോട് വണ്ടി കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ കാണാം. നമ്മുടെ ഓറിക്ക വഴിയിലോട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ല, ഇപ്പോഴാണ് എനിക്ക് എൻ്റെ പേര് കിട്ടിയത്. ഫുള്ള് റോഡിൻ്റെ 2 സൈഡിലും ഈന്തപ്പന മരങ്ങൾ കൊണ്ട് സുലഭമാണ്. പിന്നെ അറബ് നാടുകളാകുമ്പോൾ ഈന്തപ്പന മരങ്ങൾ നിർബന്ധമാണല്ലോ. ഏറ്റവും കൂടുതൽ നമ്മളെ സ്ഥലത്തേക്കും എല്ലായിടത്തേക്കൊക്കെ ഈന്തപ്പഴങ്ങൾ വരുന്നത് ഇങ്ങനത്തെ അറബ് കൺട്രീസിൽ നിന്നാണല്ലോ. നല്ല ഈന്തപ്പഴങ്ങളുണ്ട്. ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് പോകുമ്പോൾ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ അവസാന ദിവസം നമ്മൾ മാർക്കറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈന്തപ്പഴങ്ങൾ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഉണ്ടല്ലേ നല്ല നല്ല നമ്മളെ നാട്ടിലെ മറ്റേ പനൻ്റെ ഒക്കെ സൈസുള്ള ഓരോ ഈന്തപ്പഴ മരങ്ങൾ. ഞാൻ നാളെ വരുമ്പോൾ കരിയൊന്നും അറിയില്ല, ഞാൻ കണ്ടു വെച്ച് പറഞ്ഞിട്ട്. ട്രാഫിക്കാണ് ഇവിടുത്തെ റോഡൊക്കെ. കോമഡി ആയിട്ടോ, ഇവിടെ ട്രാഫിക്കൊന്നുമില്ല. നമ്മൾ ഈ UK വന്നിട്ട് ഇവിടെ ഭയങ്കര ഡീസൻ്റായിട്ട് ഓടിക്കാൻ നിൽക്കുമ്പോഴേ ഇവിടെ കോമഡിയാണ്. ആൾക്കാരായി കൂടി ഇതിൽ കൂടെ ഓടി വരും. ചിലപ്പോൾ റെഡ് സിഗ്നലൊക്കെ ഉണ്ടാവും. ആൾക്കാർ എന്നാലും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട്, ബൈക്കാർ തീരെ നിർത്തൂല. ബൈക്കാരൊക്കെ റെഡ് ആണെങ്കിലും അങ്ങ് പോകും. അപ്പം നമുക്ക് ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ കാറും പോകണുണ്ട്. അപ്പം നമുക്കത് ഫോളോ ചെയ്യണോ ഇല്ല എന്നൊരു കൺഫ്യൂഷൻ. ഇന്നലെ ഒരു ഫൈൻ കിട്ടിയോണ്ട് നമുക്കൊരു പേടി. ഇതിപ്പോൾ നിർത്തണ്ടേ, ഫൈൻ വരുമോ? പക്ഷെ ഇവിടെ ടൗണൊക്കെ വണ്ടി നമ്മളെ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ ഓടിക്കണ പോലെ തന്നെ. അവിടെ എന്തോ ഒരു വലിയൊരു കവാടൊക്കെ കാണുന്നുണ്ട്. എന്താണ് ഗരേ ഡി മറാക്കേഷ്? കിങ്ഡം സ്റ്റേഡിയം കേട്ടോ അല്ലേ? ഇവിടെ ഫുട്ബോൾ സ്റ്റേഡിയം തോന്നുന്നു കേട്ടോ. കിങ്ഡം ഓഫ് ഫുട്ബോൾ എന്ന് എഴുതി. ഇനി ഇതാണോ മ്യൂസിയം ആണോ എന്താണെന്നറിയില്ല. ഇവിടെ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫുട്ബോൾ എന്തോ ആഫ്രിക്കൻ കപ്പ് നടക്കാൻ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ അതൊക്കെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഫുട്ബോൾ അത്യാവശ്യം ഇവിടെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മൊറോക്ക ആണല്ലോ കഴിഞ്ഞ സെമി ഫൈനലല്ലേ എത്തി അല്ലേ? കഴിഞ്ഞ സെമിയിലെത്തിയ രാജ്യമാണ് വേൾഡ് കപ്പിൽ മൊറോക്കോ. നല്ല ഫ്ലാഗ് ഉണ്ടില്ല, ഇതാണ് മൊറോക്കൻ്റെ ഫ്ലാഗ് കേട്ടോ. നല്ല രസമുണ്ടായ ഒരു ഫ്ലാഗ് ആണ്, നല്ല റെഡിലൊരു ഗ്രീനായിട്ട്. വേറെ ഫുട്ബോൾ ജേഴ്സി അങ്ങനെ തന്നെയാണ്, റെഡിൽ ഗ്രീനായിട്ടൊക്കെ. ഫുള്ള് ഈന്തപ്പഴ മരങ്ങൾ. സൂര്യൻ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല തണുപ്പാണ്, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവും. അപ്പം നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനും അടിപൊളിയാണ്. സൈക്കിളേരൊക്കെ നട്ട് റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ സൈക്കിളൊന്നും പ്രത്യേകിച്ച് വലിയ റൂട്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഭംഗിയാണ്. സൈഡ് നല്ല പച്ചപ്പും കാര്യം. റോഡൊക്കെ ഒന്നും കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻ്റാണ്. അതുപോലെ തന്നെ റോഡൊക്കെ അത്യാവശ്യം ക്ലീൻഡും ആണ്. ആളുകൾക്ക് കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊന്നും നാട്ടിലെ പോലെ അവിടെയും ഇവിടെ ഒന്നിട്ട് റോഡൊന്നും ആരും അരപ്പാകുന്നൊന്നുമില്ല. റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന അതേ വണ്ടികളൊക്കെ തന്നെ കേട്ടോ ഇവിടെ. സെയിം മോഡൽ വണ്ടികൾ എല്ലാം കുഴപ്പമില്ല. എടുക്കണ്ട് ഈന്തപ്പഴ മരങ്ങൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് അടിക്കണമെങ്കിൽ ഹലോ. അപ്പോൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഊറിക്ക വാലി എന്ന് പറയുന്നത് ഒരു സ്പോട്ടാണ്. എന്താ വെച്ചാൽ ഇവരിൻ്റെ താഴെയുള്ള ഒരു അരുവി, അതാണ് നമ്മളെ ബാക്കിൽ ഈ കാണുന്നത്. നമ്മളെ മേലെ അവിടുന്ന് മേലിന്, അതായത് മഞ്ഞുമലയിൽ നിന്ന് ഇങ്ങനെ മഞ്ഞൊക്കെ ഒരുക്കിയിട്ട് ഈ വാലിയിൽ കൂടെ ഇങ്ങനെ ഒലിച്ച് വരികയാണ്. കണ്ടില്ലേ? അപ്പോൾ അടിപൊളിയാണ്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പോകാമെന്ന് പറയാനില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ കുറേ
റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ട് വല്ല ചായ ഇതൊക്കെ വാങ്ങിയിട്ട് ഇവിടെ കുറേ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ച് ഈ വാലിൻ്റെ സൈഡിൽ അരുവിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കുക. അതാണ് മെയിൻ അട്രാക്ഷൻ പോയിന്റ്. വാലി നല്ല ഒഴുക്കുള്ള വെള്ളം കേട്ടോ, നല്ല ഒഴുക്കുണ്ട് സംഭവം. പക്ഷെ അധികം കുറെ വെള്ളം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, നല്ല ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ പാർക്കിങ് ആട്ടതൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ തന്നെ ഉള്ളൂ. ഇവിടെ വേറെ ആരും എത്തി തുടങ്ങിയിട്ടില്ല, ടൂറിസ്റ്റുകളൊക്കെ എത്തുന്നുള്ളൂ. ഇതുപോലത്തെ കുറേ സ്പോട്ട് ഉണ്ട്, കുറേ പാർക്കിംഗ് ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്. എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചിരിക്കുക. വെയിലൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങണുള്ളൂ. സംഭവം കുഴപ്പമില്ല, നൈസാണ്. നമ്മളിവിടെ ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജുമ്പോൾ കൂടെ അങ്ങനെ നടക്കുകയാണ്. അധികം ബലമൊന്നും ഇല്ലാത്ത ബ്രിഡ്ജാട്ടോ, ഡേഞ്ചറാണ് സംഭവം. ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നേ, നല്ല ഭംഗിയില്ലേ. അടിയിൽ കല്ലുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. വേലിയത്തെ കല്ലുകളൊക്കെ മലയിൽ നിന്നൊക്കെ പൊട്ടി വരുന്ന കല്ലുകളെ കാരണം കണ്ടില്ല. ഇവിടെ വലിയ സേഫൊന്നും അല്ല, പറയാൻ പറ്റുമെന്നില്ല. പൊട്ടോ ആകെ താഴത്ത് പലകളൊക്കെ ഈ ഇളകി പെയ്ക്കണേ. അന്ന് ഇവിടെ ഒന്നും പലകല്ലേ, ഇത് പലക ഇളകി പച്ച റബ്ബേ ഇരുമ്പുമ്പോ ചവിട്ടി. ഇത് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കാലുണ്ട് പോയാൽ തീർന്നിട്ടോ. ഇത് തീരെ പാല ഇവിടെ എങ്ങനെ ഇവർ ഇത്രയും അൺസേഫ് ആയിട്ട് ഈ പാലൊക്കെ ഉണ്ടാക്കിയണോ അല്ലേ. സംഭവം രസമുണ്ട് അല്ലേ. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങണുള്ളൂ അല്ലേ. മൊറോക്കൻ്റെ സ്പെഷ്യൽ ഡിഷൊക്കെ നമ്മളെന്നാ കാണിച്ചില്ലേ, തജീൻ എന്ന് പറഞ്ഞിട്ട്. ഇവർ കുക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ പോട്ടിലാട്ടോ. ഈ തജീൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഡിഷാണ്. ഇതൊരു സ്റ്റീമാണ് സംഭവം. അടിയിൽ നമ്മൾ ഇത് വെച്ചിട്ട് ചാർക്കോളിൽ കത്തിക്കും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വേണ്ടത് അത് വെച്ചിട്ട് ഇവരത് കുക്ക് ചെയ്യും. ഇതൊരു ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് കുക്ക് ചെയ്യണം. അതുപോലെ ഫുഡൊക്കെ ഭയങ്കര ഹെൽത്തി ആട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മൾ ഈ വാലിയിൽ ഏകദേശം സമയമായിട്ടില്ല, ഏകദേശം നമ്മളിപ്പോൾ ഒരു 10:30-11 മണിയായിട്ടുള്ളൂ. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ ഫുഡും കാര്യങ്ങളും ആളുകളൊക്കെ വണ്ടി ഇഷ്ടംപോലെ ആവും. എന്നിട്ട് ആ ലഞ്ചിനൊക്കെ വരികയാണ്. ഞാൻ പറഞ്ഞത് ഇവരെ ഒരു ട്രഡീഷണൽ ഫുഡ് നമ്മളിവിടെ മേടിക്കാനൊക്കെ കിട്ടും. ഈ സാധനം നമുക്ക് പോട്ടെ നമ്മളോടത് ഇതിൻ്റെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ ഇതിൻ്റെ ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഇതെല്ലാം രസമാണ് കാണാൻ. ഓരോ വെറൈറ്റി. നമ്മുടെ നാട്ടിൽ പുട്ടും കെട്ടി എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് തച്ചീൻ പേരും കേൾക്കാൻ രസമുണ്ടല്ലേ. കണ്ടില്ല വേല അവിടെ ഒരു വണ്ടിയൊക്കെ പോകുന്നത്. അതൊക്കെ മലയൊക്കെ കട്ട് ചെയ്ത് റോഡ് ഉണ്ടാക്കിയതാണ്. ഇത് പുതുതായിട്ട് കട്ട് ചെയ്ത പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഇവിടുത്തെ മണ്ണൊക്കെ കണ്ടിട്ട് ആ മലയൊക്കെ കട്ട് ചെയ്തിട്ട് ഇടിഞ്ഞു വീലത് ഭയങ്കര സോഫ്റ്റ് മണ്ണ് പോലെ കണ്ടിട്ട്. ചില കാലത്തൊക്കെ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ കുറേ മുന്നിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കളർഫുള്ളായിട്ട് കാണാൻ രസത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ രസമായിരിക്കും. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയാലേ ഇതിൻ്റെയൊക്കെ ഭംഗി വരുള്ളൂ. ഇപ്പോൾ ഇത് സ്റ്റിൽ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ വന്നിട്ടുള്ളത് മൊറോക്കൻ സ്പെഷ്യൽ അറഗണോയിലിൻ്റെ ഒരു ചെറിയൊരു മാർക്കറ്റിലേക്കാണ്. വളരെ ഇവിടെ ഇതാണ് മെയിൻ. ഈ വാലിയിൽ വരുന്നിടത്ത് ഇവിടെ ഒരു ഇതുണ്ട്, ഷോപ്പുണ്ട്. ഇവരെ മെയിൻ ഇതാണ്. ഫോട്ടോ ഒക്കെ ഉണ്ട്. ഈ സാധനം ഇതുപോലെ കണ്ടില്ല, തെജീൻ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. തെജീന് ഇതിനുള്ളിൽ കുറേ നല്ല സ്മെല്ല് ഇതിൻ്റെ ഉള്ളിൽ ഇല്ലേ. കുറേ സാധനങ്ങളുണ്ട്. നടുവേനക്ക് ഊരവേനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോലെ എന്തൊക്കെ ഹെർബ് കാര്യങ്ങൾ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട്. ഇത് പറ്റിപ്പോലൊന്നും ഉണ്ടോ, നല്ല ഇംഗ്ലീഷുകാരും ആൾക്കാരൊക്കെ ഉണ്ട്.
അത്യാവശ്യം ഇതാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. ഈ കുരു ആദ്യം പൊട്ടിക്കും. ഈ കുരു argan oil. So to make argan oil, perfect brother. The first tank lock. We fail the flute. So ഇത് argan oil ഇത് ആദ്യം കുരു പൊട്ടിക്കും. That is argan flute, so we fail it. We can't for animals. Like goat and cow. This is don't eat, yeah? No, that's for animals. Yes. That's for animal. After look at the Fatiha. She break it. Yeah. To get this almond inside. Oh, this is this is argan. Argan almond. Argan almond. With this one, we can make argan oil cosmetic. Okay. Or we can make argan oil for eating. Oh, this is for eat. Yes. For cosmetic, we put directly the almond. Yeah. We grind it like that. Oh. The ladies turn 5 hours, 7 hours. What this machine called? In our mill. In Morocco, what's it? In Berber language. Yeah. Azerg. Azar. Because me, I'm Berber. I'm not Arabic. In Morocco, we have Berber and Arabic. Arabic, they call it tahona. Tahona. Berber, we call it azerg. Azerg nofus. Azerg nofus. So handmade. So we put that. That is cosmetic. That's for eating. This seed you can get all the season. No. No. Just in September. Just in September. Just in September, brother. Oud, the finale of Oud and the 1st of September, we grant. This is eat? It's yes, you can eat it, but it's strong in the taste. You can try it. Don't worry. It's something very healthy. So that you can smell it, sister. Is the roasted one. Smell it. Smell, brother. നമ്മളെ മറ്റേ നാട്ടിലെ കശുവണ്ടി ഇട്ട ടേസ്റ്റ്. It's stronger. Smell it. ടേസ്റ്റ് ഉണ്ട്. ഇതൊരു ഇതുണ്ടല്ലോ നവംബർ. After 2 days, 3 days. Yeah. Now it's the paste with the oil. Yeah. The ladies, they put some hot cups water, Yeah. small cups, to make it liquid, easy to separate the brown paste, than argan oil for eating, or the white paste, than argan oil cosmetic. Oh, this Understand? white is for cosmetic. Yes. And this is for eating. Exactly. Okay. And of course, sisters, you can have a seat and try it and take a picture. Make it. ماذا طبيعي؟ ഫോട്ടോ എടുത്തോളൂ. Huh? You can have a seat. Sister, you also? You can have a seat. ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന ആമിനാത്ത. Huh? ഇരിക്കേ ആദ്യം വീഡിയോ എടുക്കട്ടെ. ഫോട്ടോ എടുക്കാം. പിന്നെ അർഗൺ ഓയിൽ ഉണ്ടാക്കണ താത്താരെ ഫോട്ടോ. Brother, Yeah. after take your time, Yeah. you will finish with the ladies. ഇപ്പം നമ്മളെ ഒരു സ്ഥലത്ത് വന്ന് ഇരുത്തിയിട്ടുണ്ട്. ഒരു വരാമെന്ന് പറഞ്ഞിരിക്കണ്. എന്തോ ഒരു ഇവിടുത്തെ മെയിൻ ബ്രെഡും സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിഥികളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണം. ഞാൻ സാധനം കൊടുന്നെ ഇനി ഒരു പറഞ്ഞു തരും ഇതെന്താണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടുത്തെ കുക്കറാണിത്. ഈ നാട്ടിലത്തെ കുക്കറല്ല പുട്ടുമിറ്റി. സ്റ്റീമാണ്. സ്റ്റീം ചെയ്യണേ. ചിലരെന്തൊക്കെ കൊടുക്കേണ്ടത്. That one is the tea. You know the minty, right? Yeah, minty. That is the berber tea, so the minty. Oh, Okay? okay. It's a mixture of herbs like star anise, cinnamon, ginger, verbena. It's Yeah. good for digestion. And Thank it's you. like a detox. Okay? This one. It's a little bit better of the ginger. Okay? Nice. Yeah. Okay, so you can open the tagines, അല്ല please. അടിപൊളിയിട്ടില്ല ജിഞ്ചർ ചായറ്റാണ്. And what is port called? India. What is port called? I will say Pakistan. Yeah. What is port called? Tajina. Tajina. That's tajina. Oh, this is your. Okay, let me explain to you. Yeah. Do you have an idea what it is or no? Yeah. Ginger. Yeah. ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാറിന്. ഇവിടുത്തെ മെയിൻ തിന്നല്ലേ അതൊന്നും പറഞ്ഞേ ഇതാണ്ടില്ല. ഞങ്ങളപ്പം വന്ന് പറഞ്ഞു ഇനിയും വേണ്ടി തിന്നാണ്. ഇത് ഫർസാന കൊടവണ്ടി. അറിയുന്നവർ കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. നാടും. Okay, so like we have like the first tagine, that Yeah, one. yeah. And our pure argan oil for eating. Okay? Yeah. It's good for breakfast, Yeah. salad, couscous, and dressing. But this, it's better don't heat it. Just drizzle on salad. Yeah. Okay? Because like you will lose its benefits. And the best one for diabetes and high cholesterol. Okay? And the second one, you know what you know? This one. Yes. Yeah.
It's yeah, what is it? What is it? It's like actually tahini, but it's not tahini. It's like peanut butter as well. We call it amlu. Amlu. Spread. Okay? It is made of 5 ingredients. 5 ingredients. Yes. Peanuts, almonds, honey, argan oil, sesame seed. It's very energetic, okay? And the final one, it's honey with orange blossom. Okay? You know what is the meaning of orange blossom? Like the bees, they eat the orange flower and they produce the honey. This is the meaning, okay? So yeah, so don't be shy. You can try, but it's better to start with the oil, this one. Because the others are too sweet. You will lose the taste of the others, okay? Okay. You are welcome. Okay. Yes. ഓക്കെ താങ്ക് യു. നമ്മളത് ട്രൈ ചെയ്യാൻ പോവാണ് ബ്രെഡൊക്കെ കൂട്ടിയിട്ട്. ഇതെന്താണ്? തൈന. ആ പീനട്ടിൻ്റെ നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം. The second is my favorite actually, this one here. അതായത് പീനട്ട് മധുരം ഉണ്ടല്ലേ, മധുരം ഇട്ടിട്ടുണ്ടല്ലേ, തേൻ വെച്ചിട്ട് ഹണി അതിൽ തേൻ വെച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഇവിടെ വരുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാം. ഇതെന്താ പറഞ്ഞേ? അതോ ഇത് തേനല്ലോ. ഞാൻ ഈ തേൻ്റെ ഒരു പവർ കാണിച്ചത്. ഈ തേനുണ്ട് ഭയങ്കര കണ്ണുണ്ടാവും. ഭയങ്കര കട്ടിയുള്ള തേന്, ഒരു വൈറ്റ് തേനില്ലേ, വൈറ്റ് തേന്. തേൻ്റെ പവറേ റിയൽ ഹണിയില്ലേ. ഇത് ഓറഞ്ച് ഇതെന്താണ്? അതായത് ഈ അണിനെ ഓറഞ്ചിൽ വെച്ചിട്ട് അതിന് എടുക്കണേ കല്ലാറ്റിങ്ങള്. ആ ഒരു ഓറഞ്ചിൽ അങ്ങനെ, അതായത് അണിനെ ഈ ഓറഞ്ച് പ്ലാന്റ് ഇതിലൊക്കെ വിട്ടിട്ട് അവിടുന്ന് അറ്റിങ്ങൾ എടുക്കണതാണ്. അതാണ് ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റും. അത് വൈറ്റ് കളർ കേട്ടോ, നല്ല രസമുണ്ട് സംഭവം. സൂപ്പർ സൂപ്പർ. ഏത് വേറെപ്പ വേറെപ്പ ഇതെന്താ ഓയിലോ? അതോ ഇല്ല അതാ പറഞ്ഞാല്. ഓ ആണെങ്കിൽ വേറെ ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് കഴിഞ്ഞാല് എന്താ ടേസ്റ്റ് അറിയാം? അല്ല കയ്പില്ല. എന്നാൽ നമുക്ക് കയ്പ് വരുമ്പോ ഒരു ഇത് വരുമല്ലോ, എന്ത് ഒരു സെൻസേഷൻ. ആ ഒരു ഇതാണ്. കയ്പില്ല. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടത്, ബാക്കി പിന്നെ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ 3rd ഡേ ഓഫ് മൊറോക്കൻ ട്രിപ്പിൽ നമ്മൾ ഡെസേർട്ട് പോയിക്കൊണ്ടിരിക്കണേ. ഇതാണ് നമ്മളെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള മൊറോക്കോയിൽ ക്യാമൽ റൈഡ് ഉണ്ട്, പിന്നെ നമ്മളെ മറ്റേ സ്കൂട്ടർ ഉണ്ട്, അതുപോലെ ഫോട്ടോ സെക്ഷൻ ഉണ്ട്, പിന്നെ അവരെ ഡിന്നർ ഉണ്ട്, അതുപോലെ ഫയർ ഡാൻസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവരെ പിക്കപ്പ് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളൊരു ഗെറ്റ് ടുഗദറിൽ നമ്മൾ ഒരു ഇതെടുത്തിട്ട് പോവാണ്. കാരണം അല്ലാതെ പിന്നെ നമ്മളവിടെ പോയിട്ട് ഓരോന്ന് എടുക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഓരോന്ന് അന്വേഷിച്ച് നമ്മൾ റേറ്റൊക്കെ സംസാരിച്ചതാകുമ്പോഴത്തേന് സമയം ഇതൊക്കെ പോവും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളവിടെ ഒരു 4:09 എത്തും. ബാക്കിൽ നമ്മളെ ടീംസൊക്കെ ഉണ്ട്. ഹേ മക്കൾസ്, ഹലോ ഹായ് പറയൂ. ഇവിടെ എൻ്റെ ഭാര്യ മൊറോക്കൻ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ വലിയ മൊറോക്കക്കാരി തീർന്നിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ഡെസേർട്ടിലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിച്ച് കാണാം. നമ്മൾ അടിച്ച് പൊളിക്കുന്നതാണ്. ഓക്കെ ഗോയ്സ്. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ മൈക്കൊക്കെ എന്തോ ഒരു സംഭവിച്ച് മൈക്കോടുള്ള കണക്ഷൻ പോയി. അതുകൊണ്ട് ഇവിടുത്തെ വോയിസ് മൊത്തം കട്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ഡെസേർട്ടിലെത്തിയിട്ട് അവർ നമ്മളെ വെൽക്കം ചെയ്ത് അവർ നമ്മളെ എല്ലാവരും ഈ ഗേൾസിനൊക്കെ ഇങ്ങനെ മൊറോക്കൻ രീതിയിലുള്ള കെട്ടൊക്കെ ഇങ്ങനെ അവർ തന്നെ കെട്ടിത്തരും. നമ്മൾ ഷാള് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് തന്നെ കെട്ടിത്തരും. കാരണം നമുക്കിവിടെ ക്യാമൽ റൈഡ് ഉണ്ട്. അപ്പോൾ ക്യാമലിൻ്റെ മേലെ കയറുമ്പോൾ മരുമൂല പോകുമ്പോൾ നല്ല പൊടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും മൂക്കിലോട്ടൊക്കെ നല്ല പൊടി അടിച്ച് കയറും. അപ്പോൾ ഇവർ ഈ ഒരു മൊറോക്കൻ രീതിയിലുള്ള കെട്ടുന്നത്
ഒരു അറബിക് രീതിയിലുള്ള കെട്ടാണ്. മൊറോക്കൻ രീതിയിലുള്ള അറബിക് രീതിയിലുള്ള കെട്ട്. ഈ കെട്ട് കെട്ടിയിട്ട് എല്ലാവരെയും സെറ്റാക്കി നിർത്തും. എന്നിട്ട് നമ്മളൊരു വാനിലാണ് വന്നത്. ആ വാനിലുള്ള ഏകദേശം ഈ ആളുകളാണ് അതൊക്കെ. ഏകദേശം നമ്മളെ വാനിലൊരു 5-8 പേരുണ്ടായിരുന്നേ. അപ്പം നമ്മളെ ഗൈഡാണ് ആ കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ക്യാമൽസിൻ്റെ പുറത്ത് അവിടെ നിർത്തിയിട്ടുള്ളത് നമുക്കുള്ള ക്യാമൽസാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിയിട്ട് നമ്മളെ ഡെസേർട്ടിൻ്റെ ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ആട്ടോ. ഈ ഡെസേർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ദുബായ് ഡെസേർട്ട് പോലെ ഒന്നുമല്ല. ഭയങ്കര മണലല്ല, ഒരു പാറ പോലത്തെ ഒരു ഡെസേർട്ടാണ്. മണൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് സഹാറ മരുഭൂമിയിൽ നിന്ന് കുറച്ച് അപ്പുറമുള്ളൊരു ഡെസേർട്ടാണ്. മൊറോക്കോയുടെ അതായത് മറാക്കേഷിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് റൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ഒട്ടകത്തിൻ്റെ കണ്ണിലോട്ട് വെച്ചിട്ട് മറ്റേ ഇത് കാണാൻ നോക്കിയതാ കേട്ടോ. നമ്മുടെ പൃഥ്വിരാജിൻ്റെ പടത്തിൽ ഒട്ടകത്തിൻ്റെ കണ്ണിലൂടെ പൃഥ്വിരാജിൻ്റെ ഒരു ഇത് എടുക്കണ്ടല്ലോ, അതുപോലെ കാണാൻ നോക്കിയാണ്. ഇപ്പം നസ്രീനെ ഇതുപോലൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കെട്ട് അതിൻ്റെ ഇടയിൽ ഐജൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അവർ ശരിക്കുണ്ട് ഈ അതുപോലത്തെ അങ്ങനത്തെ ഷാളാവണം, നമ്മളെ ഷാളൊന്നും പറ്റില്ല. അപ്പം നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി എല്ലാവരെയും ഇങ്ങനെ സെറ്റായി നിർത്തി. ഇനി ഇവർ കുറച്ചിങ്ങനെ ഒരു കുന്നും ചെരിവൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ അങ്ങനെ കൊണ്ടുപോകും. ഒട്ടകത്തിൻ്റെ പുറത്ത് വരുമ്പോൾ ഒരു ഇതാട്ടോ, ഒരു കുലുക്കാണ്. അങ്ങനെ ആട്ടിയിട്ട് നിൽക്കില്ല. നമുക്ക് ഞാൻ ട്രൈപ്പോഡും വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ സംഭവം ഇടയ്ക്ക് മൊബൈൽ താഴെ വീഴോ എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു. കാരണം ഒരു 6-7 ഒട്ടകങ്ങൾ, നമ്മൾ 8 പേരാണുള്ളത്. ഇപ്പോൾ 8 ഒട്ടകത്തിന് ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയിട്ട് അങ്ങനെ അവരുണ്ട് അഴിച്ചു വിടാണ്. അങ്ങനെ നമ്മൾ ഒട്ടക റൈഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഡിന്നറിൻ്റെ സമയമായി. ഇനി ഇവിടുത്തെ ഇവരുടെ ട്രഡീഷണൽ ഫുഡാണ്. ആദ്യം നമുക്കൊരു തരം സൂപ്പ് തന്ന്, അത് കഴിഞ്ഞ് സൂപ്പും ഒരു പരിപ്പ് കൊണ്ടുള്ളൊരു സൂപ്പാട്ടോ, അതും ബ്രെഡൊക്കെ ഇവർ തന്ന്. ഇനി നമുക്ക് ഏകദേശം നമ്മളെ ഡിന്നർ ടൈമാണ്. ഏകദേശം ഒരു 5:30-6 മണിയായി. സൺസെറ്റ് സമയമാണ്. നല്ല ഭംഗിയാണ് ഈ സമയത്ത്, അടിപൊളിയായിട്ട് നല്ല രസമുള്ള സൺസെറ്റ് കാണാം. ഇനി ഇവിടെ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം. ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫുഡും ടീയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഫയർ ഡാൻസ് തുടങ്ങും. ഫയർ ഡാൻസിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓരോ ഗ്യാങ്ങായിട്ട് വന്നവരുണ്ട്. പലരും പല ഗ്യാങ്ങായിട്ട് വന്നവരുണ്ട്. ഓരോരുത്തർ ഓരോരോ സൈഡിലായിട്ട് ഇങ്ങനെ ഇരുന്ന് നമുക്കുള്ള സൈഡ് ഇവിടെ ആയിരുന്നു നമ്മളെ ടീമിൻ്റെ ഒപ്പം വന്നവർ. നമ്മളപ്പം വേറെ ഒരു ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ ശ്രീലങ്കൻ ലുക്കുള്ള ഒരു ടീംസ് ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. ഇപ്പം മെയിൻ മറാക്കേഷിൽ വന്നാൽ ഈ ഒരു സ്പോട്ടിൽ ആണ് ഡെസേർട്ടിൻ്റെ ഇങ്ങോട്ട് വരിക. നമ്മൾ ഗെറ്റ് ഗൈഡിൽ നിന്നായിരുന്നു നമ്മളിത് ബുക്ക് ചെയ്തത്. നമുക്ക് ഏകദേശം 19, അതായത് UK ഞങ്ങൾ വന്നത്. അപ്പോൾ UK 19 പൗണ്ട്, ഏകദേശം നമ്മളെ നാട്ടിലെ ഒരു 1900 രൂപ. അതിന് നമുക്ക് ഈ ഫുഡ് ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്, പിന്നെ ഒരു പിക്ക് ആൻഡ് ഡ്രോപ്പും ഉണ്ട്. അതുപോലെ ഇതിൽ പിന്നെ നമുക്ക് സ്കോഡ് ബൈക്ക് വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ പക്ഷേ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2500 രൂപയ്ക്ക് സ്കോഡ് ബൈക്ക് കൊണ്ട് കിട്ടും. ഇതെന്താ വെച്ചാൽ ഈ ഫുഡ്, ഈ റൊട്ടിയൊക്കെ സംഭവം രസമുണ്ട്. പക്ഷേ ഈ സൂപ്പ് പോലത്തെ ഈ സാധനം കാണുന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവരെ ഒരു ട്രഡീഷണൽ സാധനമാണ്. നമ്മൾ ഈ തക്കാളിക്കറിയൊക്കെ പോലെ തന്നെ. പക്ഷെ ബ്രെഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. ബ്രെഡ് അത്യാവശ്യം നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ഒരു അറബിക് സംഗീതം നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് താഴെ കാണാം കുറച്ച് 2-3 പേര് അറബി പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലോ ഓരോ ആളുകളെടുത്ത് വന്നിട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യും. യെസ്, നമ്മളെ വളരെ മൊറോക്കൻ ഫേമസ് ആയ എന്താണ് തജീന. വലിയതൊന്നുമില്ല, കുറെ വെജിറ്റബിൾ ഇട്ട് പൊടിഞ്ഞത്. ചിക്കൻ മേ ബി ഉള്ളിലുണ്ടാവും. ഇക്കാരം
Is it chicken, yeah? Huh? Do we open it? No problem. അന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തേ. നമ്മളെ ചാനൽസിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കാണട്ടെ. എന്ത് ഉള്ളിൽ ചിക്കൻ ഉണ്ടല്ലേ. ഇതിവിടെ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ഹെൽത്തിയാണ്. കാരണം ഒരു എണ്ണയില്ല, ഒന്നുമില്ല, വെറും പുഴുങ്ങിയെടുക്കുന്ന ചിക്കൻ. നമ്മളടുത്ത തൈജെത്തി. എല്ലാവർക്കും ഒരു തൈജുണ്ടോ? 4 തൈജുണ്ടോ? 4 തൈ എന്താണ്? തജീന 4ഉണ്ടോ അതോ 2 അറിയില്ല. ഓരോ ടേബിളിലും ചോദിച്ചു നോക്കാം. വളരെ അടിപൊളിയാണ് സാധനം. നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മളെ വേറൊരു വിഭവമാണ് മൊറോക്കൻ വിഭവം, കുസ്കുസ്. എങ്ങനെ തിന്നിട്ട്? കുസ്കുസ് ഉണ്ടോ തിന്നിട്ട്? റവന്റെ മേലെ ഈ പറഞ്ഞ ഈ സൂപ്പിന് എന്തൊക്കെ ഇത് എല്ലാം കൂടി ഒഴിച്ചിട്ടുള്ള ഒരു സാധനം. പക്ഷെ നമ്മളെ ഇതിന് പേര് കിട്ടുന്നത് തജീൻ. നമ്മളെ എങ്ങനെയാ വെച്ചാല് നമ്മളെ മുളകട്ട ചിക്കൻ കറി ഇല്ലേ, അതിന്റെ ടേസ്റ്റ് കുറച്ച് എരിവ് കുറവാണ്, കുറച്ച് ഈ വെളുത്തുള്ളി ഇഞ്ചിന്റെയും കുറവുണ്ട്, അത്ര ഉണ്ടെന്നുള്ളൂ. വേറെ ഒക്കെ ഓക്കെയാണ്. പാട്ടേര് തുടങ്ങിക്കണേ. നമ്മൾ വരട്ടെ. നമ്മളെ പോലെ ഇപ്പം ഒരു ഡാൻസ് ഒക്കെ കളിക്കും. വിൽഷുവർ ഡാൻസിന് ഒരുങ്ങുക. കിട്ടില്ല. അല്ല വെള്ളം തരില്ല പിന്നെ
നമ്മളെ ക്യാമ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. لا إله إلا الله محمد رسول يدك بك نشاو يا مولاتي فاطمة. لا إله إلا الله محمد رسول يدك بك نشاو يا مولاتي فاطمة. لا إله إلا الله محمد رسول يدك بك نشاو يا مولاتي فاطمة. لا إله إلا الله محمد رسول يدك بك نشاو يا مولاتي فاطمة. സംഭവം അടിപൊളിയാണ്. ഒരു നല്ലൊരു പാക്കേജ് തന്നെയാണ് കേട്ടോ. ഒരു ഈവനിങ് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു പാട്ടൊക്കെ കേട്ട് ഒരു മാൻ വിത്ത് ഫയർ വരാനുണ്ട്. അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അങ്ങനെ നമ്മളെ ഡിന്നറും ഫയർ ഡാൻസും എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇനി ഇതാണ് കൊട്ടിക്കലാശ പരിപാടി. എല്ലാവരും നിരത്തിലിറങ്ങിയിട്ട് ഡാൻസൊക്കെ കളിച്ച് ഈ കാണുന്ന ആൾക്കാർ നേരത്തെ വന്ന് നമ്മളെ പാട്ടൊക്കെ പാടി അവരിങ്ങനെ നമ്മളെ കുറേ നേരം എൻ്റർടൈൻ ചെയ്ത് അടിപൊളി നിൽക്കും. എന്തായാലും ലൈഫിലൊരു എക്സ്പീരിയൻസ് ഉണ്ടത് അങ്ങനെ തന്നെയാണ് ഈ മറാക്കേഷിലെ ഈ ഒരു ഡെസേർട്ട് ക്യാമ്പിൻ്റെ പരിപാടി. എന്തായാലും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണും വരെ.